കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി ഒരു നിയമസഭാ അംഗത്തെ സമ്മാനിച്ച ഈ മണ്ഡലം കേരളത്തിലെ ഗുജറാത്ത് എന്ന് പോലും ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2021 വി ശിവൻകുട്ടിയുടെ ഇടതുപക്ഷം ഈ മണ്ഡലം തിരിച്ചുപിടിച്ചതോടെ നേമം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായി. ഇപ്പോൾ ഇതേ മണ്ഡലത്തെ ചൊല്ലി വി ശിവൻകുട്ടിയും വി.ഡി. സതീശനും തമ്മിൽ നടത്തുന്ന വാക്പോര് കേരള രാഷ്ട്രീയത്തിലെ വരുംകാല ചലനങ്ങളുടെ സൂചനയാണ്. വി.ഡി. സതീശനും വി ശിവൻകുട്ടിയും തമ്മിലുള്ള ഈ വാക്പോരിന് ഒരു വ്യക്തിപരമായ തലം കൂടിയുണ്ട്. സഭയ്ക്കകത്തും പുറത്തും വി.ഡി. സതീശൻ നടത്തുന്ന ചില പ്രസ്താവനകൾ തന്നെ അധിക്ഷേപിക്കുന്നതാണെന്ന് മന്ത്രി ശിവൻകുട്ടി കരുതുന്നു. ഇതിന് മറുപടിയായാണ് താൻ RSSനെതിരെ തെരുവിൽ പൊരുതുന്ന കാലത്ത് സതീശൻ വള്ളിനിക്കറിട്ട് നടക്കുകയായിരുന്നുവെന്ന മന്ത്രിയുടെ പരാമർശമുണ്ടായത്. കേവലം ഒരു പരിഹാസം എന്നതിലുപരി സംഘപരിവാർ വിരുദ്ധതയിൽ ആർക്കാണ് കൂടുതൽ പാരമ്പര്യമുള്ളതെന്ന തർക്കത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സതീശന്റെ RSS വിരുദ്ധ പ്രസംഗങ്ങൾ വെറും വാചക കസർത്ത് മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് വി ശിവൻകുട്ടി നേമം മണ്ഡലത്തെ തന്നെ വെല്ലുവിളിക്കായി തിരഞ്ഞെടുത്തതെന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. 2016 UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ BJP വിജയിച്ചു. എന്നാൽ 2021 BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇടതുപക്ഷമാണ്. 2021 കെ മുരളീധരൻ എന്ന കരുത്തനായ നേതാവിനെ ഇറക്കിയിട്ടും നേമത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്തായി പോയി. ഇത് കോൺഗ്രസിന് BJPയെ നേരിടാൻ കഴിയില്ലെന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥിരം ആരോപണത്തിന് കരുത്തു പകരുന്നതാണ്. ശരിക്കും ഒരു സംഘപരിവാർ വിരുദ്ധനാണെങ്കിൽ BJPക്ക് വേരോട്ടമുള്ള മണ്ഡലത്തിൽ വന്ന് അവരെ തോൽപ്പിക്കൂ എന്ന വെല്ലുവിളി സതീശനെ പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് തന്റെ RSS വിരുദ്ധ നിലപാടുകൾക്കാണ്. എന്നാൽ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും BJPയിലേക്ക് ചേക്കേറുന്നതും തിരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് കച്ചവട ആരോപണങ്ങളും ഉന്നയിച്ച് സതീശന്റെ ഈ നിലപാടിനെ ഇടതുപക്ഷം നിരന്തരം ചോദ്യം ചെയ്യുന്നു. ശിവൻകുട്ടിയുടെ വെല്ലുവിളിയിൽ വ്യക്തമാകുന്നത് പോലെ സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഇരുന്ന് പ്രസംഗിക്കുന്നതല്ല പോരാട്ടമെന്നും BJPക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ജനപിന്തുണ തെളിയിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നും CPM വാദിക്കുന്നു. ഈ വെല്ലുവിളി സതീശൻ ഏറ്റെടുക്കുമോ എന്നത് സംശയമാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനമൊട്ടാകെ പ്രചാരണം നയിക്കേണ്ട സതീശന് നേമം പോലുള്ള ഒരു കടുത്ത മത്സരം മണ്ഡലത്തിൽ മാത്രം ഒതുക്കിക്കൂടാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ വെല്ലുവിളിയോട് പ്രതികരിക്കാതിരിക്കുന്നത് സതീശൻ ഭയപ്പെടുന്നുവെന്ന പ്രചാരണത്തിന് ഇടതുപക്ഷത്തിന് ആയുധമാകും. നേമത്ത് ഇടതുപക്ഷം വിജയിക്കുന്നത് വികസനവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചാണെന്നും അവിടെ BJPക്ക് ഇനി ഒരു അവസരവും നൽകില്ലെന്നും മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നേമത്തെ വീണ്ടും ഒരു VIP പോരാട്ട ഭൂമിയാക്കി മാറ്റും. വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി കേരള രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് ധ്രുവീകരണങ്ങളെയും മുന്നണി മാറ്റങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നേമം മണ്ഡലം വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരും. സതീശനെ വെല്ലുവിളി നിരസിച്ചാലും വരും ദിവസങ്ങളിൽ സഭയിലും പുറത്തും ഈ നേമം പോര് സജീവമായി നിലനിൽക്കും എന്നതും ഉറപ്പാണ്. നേമം നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ഇത് മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമാകും. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കൃത്യമായി സൂചിപ്പിക്കുന്നു. 2016 BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത്. അന്ന് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ 67,813 വോട്ടുകൾ നേടി വിജയിച്ചു. CPMന്റെ വി ശിവൻകുട്ടി 59,142 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻ പിള്ളയ്ക്ക് വെറും 13,860 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് മറിഞ്ഞു എന്ന ആരോപണം അന്ന് ശക്തമായിരുന്നു. എന്നാൽ 2021 ചിത്രം മാറി. CPM സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 55,837 വോട്ടുകൾ നേടി മണ്ഡലം തിരിച്ചുപിടിച്ചു. BJPയുടെ കരുത്തനായ കുമ്മനം രാജശേഖരൻ 51,888 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തായി. UDF തങ്ങളുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ശക്തമായ പോരാട്ടത്തിനായി എത്തിയ കെ മുരളീധരൻ 36,524 വോട്ടുകൾ നേടി. UDF വോട്ടുകൾ തിരിച്ചുപിടിച്ചതോടെ BJPയുടെ ഭൂരിപക്ഷം ഇല്ലാതാവുകയും ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ UDFന്റെ വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നേമത്തെ BJPയുടെയും LDFന്റെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാന ഘടകം.